ഹായ് ഓൾ, എല്ലാവരും ബീഫ് പത്തിരി കഴിച്ചിട്ടുണ്ടോ? എന്നാലേ നമുക്കതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടിട്ട് വന്നാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബീഫ് വേവിച്ച് കൈകൊണ്ട് തന്നെ ഒന്ന് പൊട്ടിച്ച് ചിക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ചത് ഉടച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സബോള കുനുകുനാന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ 3 ഐറ്റംസ് ആട്ടോ നമുക്കിവിടെ വേണ്ടത്. ഈ 3 ഐറ്റംസും കൂടി ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ സബോള ഫസ്റ്റ് തന്നെ ബീഫിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചതില്ലേ, അതും ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ബീഫിൻ്റെ എല്ലാ ഭാഗത്തേക്കും സബോളയും ഉരുളക്കിഴങ്ങിൻ്റെയും ഫ്ലേവർ നല്ല പോലെ ഇറങ്ങണം. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കട്ട്ലേറ്റിനൊക്കെ നമ്മൾ മിക്സ് ചെയ്യില്ലേ, അതുപോലെ തന്നെ കട്ട്ലേറ്റ് അല്ല കേട്ടോ, കട്ട്ലേറ്റ് പോലത്തെ ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിക്ക് പോയാലോ. അതിന് ശേഷം ഒരു ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചു. എണ്ണ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. അതിന് ശേഷം ഈ മിക്സിയിൽ ഇത് നമ്മളിതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് സബോളയുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചട്ടിയുടെ അടുപ്പത്തിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങും ബീഫൊക്കെ ഓൾറെഡി വെന്തതാണ്. സബോള ഒന്ന് വാട്ടി കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ സ്മെല്ല് വരുന്ന സമയത്ത് നമ്മൾ 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിത് എരിവ് അധികം ആവശ്യമില്ല. നമ്മൾ സോസ് കൂട്ടിയാണ് ഇത് കഴിക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇവ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഈ മിക്സിങ്ങിലാണ് ഇവിടെ കാര്യമിരിക്കുന്നത്. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അവിടെയും ഇവിടെയും ഒക്കെ മുളക് പൊടി ആയി നിൽക്കരുത്. നല്ല പോലെ മിക്സ് ചെയ്ത് ഒരു അടിപൊളി മസാലക്കൂട്ട് പോലെ നമ്മൾ തയ്യാറാക്കി എടുക്കണം കേട്ടോ. ഇതുപോലെ മിക്സ് ചെയ്ത് അടി തൊട്ട് മോള് വരെ ഇളക്കി മറിക്കണം കേട്ടോ. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഈ ഐറ്റം ഇല്ലേ, ഇടയ്ക്കൊക്കെ 4 മണിക്ക് കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഈ ഐറ്റം ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ നല്ലതാട്ടോ. പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. സോസ് കൂട്ടിയാണ്ട നമുക്ക് കഴിക്കാം. അതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഉപ്പ് മുന്നേ ഇട്ട് കൊടുത്തില്ല. ഉപ്പ് കൂടി നിൽക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നേരത്തെ ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ എനിക്ക് അറിയാൻ പറ്റും ഉപ്പ് കറക്റ്റാണോ അല്ലേന്ന്. ഇത് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 എഗ്ഗ് പൊട്ടിച്ച് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ എഗ്ഗ് നല്ലപോലെ പതപ്പിച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. നമുക്ക് ഈ മിക്സിങ് ഒന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല പോലെ പതപ്പിക്കണം കേട്ടോ എഗ്ഗ്. ഇതുപോലെ മാറ്റി വെച്ചിട്ട് നമ്മുടെ റസ്ക് പൊടി എടുത്തിട്ടുണ്ട്. റസ്ക് ഞാൻ തന്നെ പൊടിച്ചതാട്ടോ. അതിന് ശേഷം ഈ 3 മിക്സിങ് നമ്മൾ റെഡിയാക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് മാറ്റിയെടുക്കാം കേട്ടോ. ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് എടുക്കുന്നത്. റൗണ്ട് ഷേപ്പ് ഇങ്ങനെ പെർഫെക്റ്റ് റൗണ്ട് ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഞാനത് ഈ വീഡിയോയുടെ ഇടയിൽ കാണിക്കാം കേട്ടോ. ഇതുപോലെ ആക്കിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഏത് കമ്പനിയുടെ ആയാലും തൈര അല്ലെങ്കിൽ യോഗട്ടൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ചെപ്പില്ലേ, അതിൻ്റെ ബേക്ക് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ ഇതുപോലെ നമ്മുടെ റസ്ക് പൗഡർ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫില്ല് ചെയ്ത് കൊടുത്ത ശേഷം നമ്മുടെ ഈ മസാലക്കൂട്ടില്ലേ തയ്യാറാക്കിയത്, അത് ഒന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ആവശ്യം, എന്തോരം വേണോ അതുപോലെ ഞാൻ നിറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ ഫില്ല് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് റൗണ്ടായിട്ട് കിട്ടുന്നുണ്ടോ നമുക്ക്. എന്നിട്ട് നമ്മുടെ ഈ പൗഡറില്ലേ, റസ്ക് പൗഡർ, അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കിട്ടി, അടിപൊളിയായിട്ട് കിട്ടിയിട്ടാ. അപ്പോൾ നന്നിട്ട് നമ്മൾ റസ്ക് പൗഡർ വെച്ച് മറ്റേ പുറം ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഈ ഷേപ്പിൽ കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഒരു ചട്ടി അടപ്പത്ത് വെക്കുക. എഗ്ഗിൽ കോട്ട് ചെയ്യുക, ഒന്ന് പൊരിച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ പൊരിച്ചെടുക്കുക. ഞാനിവിടെ കുറച്ചായിട്ട് എടുത്ത് കാണിക്കുന്നുള്ളൂ, മുഴുവൻ ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല. വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് വേഗം ചെയ്യുന്നത് കേട്ടോ. അതിന് ശേഷം ഇതൊന്ന് തിരിച്ചും മറിച്ചിട്ടൊന്ന് വേവിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ കട്ട്ലേറ്റൊക്കെ വേവിക്കുന്ന പോലെ, ബാക്കിയുള്ള ഐറ്റംസൊക്കെ വേവിക്കുന്ന പോലെ ഒന്ന് വേവിച്ചിട്ട് കൊടുക്കാം കേട്ടോ. തിരിച്ചും മറിച്ചിട്ടൊന്ന് വേവിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഐറ്റം ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ മാറ്റി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കും ലാസ്റ്റ്. സോസും കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.